Nice to meet you, Ajit. Okay. Thanks for coming. അപ്പൊ വന്താൻ തലവരവ സോ ഗൈസ് ഐ ലവ് യു ടു നിർത്തണ്ട ഞാനും കൂടെ വരട്ടെ മേ കം ഇൻ ഞാൻ തന്നെ കഴിഞ്ഞ വർഷം മിസ്സായി ഇപ്രാവശ്യം മിസ്സാവും അല്ലെ നിങ്ങൾ ഉറങ്ങാണ്ട് കൈയടിയുടെ എല്ലാം ചത്തിരിക്കണം നീ എവിടെന്നാണ് വന്ന മരഭൂതമേ? ഇയാള് പെടാണ്ട് എടുക്കാൻ പറ്റുമോ? കുറച്ച് ദാരിദ്ര്യം ഫീൽ ചെയ്യുന്നില്ലേ? ഞാൻ അനശ്വരെ ആദ്യമായിട്ട് കാണുന്നത് ഒരു ഓഡിഷനിലാണ്. Okay. അപ്പോൾ ഞാൻ അനശ്വരെ കാണുന്നു, അനശ്വര എന്നെ കാണുന്നു, അനശ്വരെ കാണുന്നു, അനശ്വര എന്നെ കാണുന്നു. അവളുടെ കണ്ണുകളിലേക്ക് നോക്കി നിൽക്കുന്നു. ഇങ്ങനെ അതെ നിങ്ങളിങ്ങനെ നടക്കാത്ത കാര്യത്തെ പറ്റി ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഞാനങ്ങ് പോകും. ഡയറക്ടറിന്റെ അടുത്ത് പോവുകയാണ്. അപ്പൊ ഡയറക്ടർ പറഞ്ഞ ഓർമ്മയുണ്ടോ, അനശ്വരെ 3 വാക്കിൽ ചിരിപ്പിക്കണം എങ്കിൽ നീയാണ് അനശ്വര നായകനെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഞാനിപ്പോ പ്രസ്സിൽ വെച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് ചില തമാശകൾ തോന്നി. അതുടനെ ശോഭയോട് വന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതിയാണ്. കണ്ണെഴുതാൻ വേണം കരി, ചോറ് വെക്കാൻ വേണം അരി, എനിക്ക് വേണം അനശ്വര കള്ളച്ചിരി. വലിയ തമാശക്കാരനാണെന്ന വിചാരം. ലാസ്റ്റ് എന്റെയും അനശ്വര സിനിമ പുറത്താവുകയാണ്. പുറത്തായപ്പോഴാണ് ആ കാര്യം മനസ്സിലാവുന്നത്. 2.5 മണിക്കൂറുള്ള സിനിമ അനശ്വര മാത്രമേ ഉള്ളൂ എന്നെ കട്ട് ചെയ്ത്, എന്നെ കട്ടാക്കി. അത് തന്നെയാ ശരി, അതിന് 100-ൽ 100 മാർക്ക്. അവന് ബുദ്ധിയുണ്ട്, മനസ്സിലായോ? പിന്നെ ഫെബ്രുവരി 14 ഞാൻ കാത്തിരിക്കുകയാണ്. എന്തിനാണ്? അനശ്വരെ പ്രപ്പോസ് ചെയ്യാൻ. യുനോ ഫെബ്രുവരി 14 പ്രപ്പോസ് ചെയ്യേണ്ടത്. ഞാൻ അങ്ങനെ അനശ്വരെ തേടിപ്പോയി. സോറി, ഒരു ഗ്യാപ്പ് കണ്ടപ്പോ ഗോൾഡിക്കാൻ നോക്കിയതാ. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? സോ ഗൈസ് +2 പാസ്സായപ്പോഴാണ് തണ്ണീർ മൊത്തം ഹിറ്റ് അടിച്ച്. കോളേജ് സെക്കൻഡ് ഇയർ ആയപ്പോൾ സൂപ്പർ സ്റ്റാറിന്റെ ഹിറ്റ്. കോളേജ് 3rd ഇയർ ആയപ്പോൾ 75 കോടി. ഏത് രേഖാചിത്രം? എന്റെ ഓമനെ കുട്ടൻ സ്കൂളിന്റെ ഓമനയല്ലേ. ഒപ്പം അരീക്ഷണി എഴുതിയവരൊക്കെ അരിക്ക് വകയുണ്ടാക്കി തുടങ്ങി. മനുഷ്യനായ നാണം വേണേ. അനശ്വരയുടെ കരിയർ എങ്ങനെ പോകുന്നു? എങ്ങനെ പോകുന്നു പറ. ഗ്രോത്ത് ഇങ്ങനെ പോവാ. അതുപോലെ എന്റെ എങ്ങനെ പോകുന്നു? എന്റെ പ്രണയം അതുപോലെ പോവാ. യു ഹോൾഡ് എ സ്പെഷ്യൽ പ്ലേസ് ഇൻ മൈ ഹാർട്ട്. കല്യാണി ചെല്ലാ, ലവ് യു ചെല്ലാ, ലവ് യു ചെല്ലാ. ഇത് കഷ്ടാണ്. പോടാ പട്ടി, ഇത്രയും കാലമായിട്ട് നിന്റെ അസുഖം മാറിയില്ലേ? എന്തിനാ കത്തിയെടുക്കുന്നേ? ഇങ്ങനെ അർത്ഥ കൊല്ലുന്നതിന് പകരം ഒറ്റ കുത്തിന് ചാവാൻ. കല്യാണി അനശ്വരയാണ്. ഞാൻ പിന്നെ കല്യാണം കേട്ടി. ലാലേട്ടൻ മോനെ എന്താ മോനെ അടി ഇപ്പോ എന്തൊരു തൊലിക്കട്ടി. അത് തനിക്ക് ഇപ്പോഴാണോ മനസ്സിലായത്? ഇപ്പോഴേ മനസ്സിലായുള്ളൂ. ടെസ്റ്റ് ചെയ്ത് ഇപ്പോഴാ. കാണ്ടാമൃഗം തോറ്റു പോകും. ഇൻസ്റ്റാഗ്രാം ഉണ്ടോ? എങ്കിൽ ഇപ്പൊ ഒന്ന് ഓപ്പൺ ആക്കൂ. ഞാൻ ഒരു മെന്റലിസ്റ്റ് ആണ്, അതിലൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. മെന്റലിസ്റ്റ് ആണ്, ഞാൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ലേശം മെന്റൽ ഉണ്ടോ എനിക്കിന്ന് സംശയിക്കുന്നവരുണ്ടേ. വെറുതെ എനിക്കൊരു കുഴപ്പമില്ല, അധികമൊന്നുമില്ല. 2-3 പിരി എവിടെ എന്തായിരുന്നു? ഞാൻ പറഞ്ഞ ഒണ്ടേ നമ്മൾ കാണും. യെസ് ഓർ നോ മതി. ഹാപ്പി വാലന്റൈൻസ് ഡേ അഡ്വാൻസ്. മറുപടി ഉടനെ വേണം. കുറച്ച് വെയിറ്റ് ചെയ്യും, കയ്യോടെ തന്നുവിടാം. ആയിക്കോട്ടെ, സന്തോഷം. യെസ്, അത് വായിച്ചതിന് ശേഷം യെസ് ഓർ നോ. സുഹൃത്തുക്കളെ യെസ് ഓർ നോ ഞാൻ ഇതിലൂടെ കാണോളാം, ഞാൻ ഇതിലൂടെ കണ്ടോളാം. ഓ താങ്ക് യു മാത്രമേ ഒന്നുള്ളൂ. പൊക്കോന്ന് വായിക്കാതെ വായിക്കേ. പൊക്കോന്ന്. ഇപ്പൊ കാര്യങ്ങളൊക്കെ വ്യക്തമായല്ലോ. അപ്പൊ എന്റെ വിത്തി കണ്ടത്തിൽ ഇറങ്ങില്ല. ഇല്ല. നീ എന്തിനാ പഠിക്കണേ? ഫൈനൽ ഇയർ LLBക്ക്. അതല്ല ചോദിച്ചത്, നീ എന്തിനാ പഠിക്കണേന്ന്. നീ ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല, വെറുതെ കോളേജിന്റെ പേര് കളയാനായിട്ട്. അയ്യേ.